ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജക്ഷനിൽ ഐദർ ഓർ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് ഏതാണ്? കോറിലേറ്റീവ് കൺജക്ഷനാണ് അല്ലേ. സബോർഡിനേറ്റീവ് കൺജക്ഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ കോർഡിനേറ്റീവ് കൺജക്ഷനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോറിലേറ്റീവ് കൺജക്ഷനാണ് അല്ലേ. അതിൽ ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എയ്തർ ഓർ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എയ്തർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക. രണ്ട് സെൻറ്റൻസുകൾ പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും മലയാളത്തിൽ പറയാറുണ്ടാകും, നീ ഒന്നുകിൽ അത് ചെയ്യുക അല്ലെങ്കിൽ നീ ഒന്നുകിൽ ഇത് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഈ കേസിലാണ് നമ്മൾ എയ്തർ ഓർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒന്നുകിൽ നിനക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പോകാം, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒന്നുകിൽ നിനക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പോകാം. ഇതെങ്ങനെ നമ്മൾ ഐദർ ഓർ യൂസ് ചെയ്തുകൊണ്ട് പറയുമെന്ന് നോക്കാം. യു ക്യാൻ ഐദർ സ്റ്റേ ഹിയർ ഓർ ഗോ ഹോം. ക്യാൻ ഐദർ സ്റ്റേ ഹിയർ ഓർ ഗോ ഹോം. നിനക്ക് ഒന്നുകിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ വീട്ടിൽ പോകാം. ക്ലിയർ? അതുപോലെ തന്നെ ഒന്നുകിൽ നീ ബസ്സിൽ കയറും അല്ലെങ്കിൽ നീ നടന്നു വരൂ അല്ലേ. നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ പറയാറുണ്ടാകും, ഒന്നുകിൽ നീ ബസ്സിൽ കയറൂ അല്ലെങ്കിൽ നീ നടന്നു വരൂ. എങ്ങനെ പറയും? ഐദർ യു ടേക്ക് ദ ബസ് ഓർ യു വോക്ക്. ഐദർ യു ടേക്ക് ദ ബസ് ഓർ യു വോക്ക്. ഐദർ യു ടേക്ക് ദ ബസ്, ഒന്നുകിൽ നീ ബസ്സിൽ കയറൂ അല്ലെങ്കിൽ യു വോക്ക്, നീ നടന്നു വരൂ. ഓക്കെ. അതുപോലെ തന്നെ ഒന്നുകിൽ നീ കുളിക്കൂ അല്ലെങ്കിൽ നീ ബാത്റൂമിൽ നിന്നിറങ്ങും അല്ലേ. ഇപ്പോൾ ചിലരൊക്കെ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമാകും. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസ്, ഒന്നുകിൽ നീ കുളിക്കൂ അല്ലെങ്കിൽ നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂ. എങ്ങനെ പറയും? എയ്തർ യു ഷവർ ഓർ യു ഗെറ്റ് ഔട്ട് ഓഫ് ദ ബാത്റൂം. എയ്തർ യു ഷവർ, ഒന്നുകിൽ നീ കുളിക്കൂ, ഓർ യു ഗെറ്റ് ഔട്ട് ഓഫ് ദ ബാത്റൂം, അല്ലെങ്കിൽ നീ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഒന്നുകിൽ നീ സംസാരിക്കൂ അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കൂ അല്ലേ. ഒന്നുകിൽ നീ സംസാരിക്കൂ അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കൂ. ചിലർക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര സംസാരം, ചിരി, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അല്ലേ, ഒന്നുകിൽ നീ സംസാരിക്കൂ അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കൂ. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. എങ്ങനെ പറയും? എയ്തർ യു ടോക്ക് ഓർ യു ഈറ്റ് ഫുഡ്. എയ്തർ യു ടോക്ക്, ഒന്നുകിൽ നീ സംസാരിക്കൂ, ഓർ യു ഈറ്റ് ഫുഡ്, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കൂ. ഓക്കെ. അതുപോലെ തന്നെ ഒന്നുകിൽ നീ അവളോട് പറയൂ അല്ലെങ്കിൽ നീ അവളെ കൊണ്ടുവരൂ. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒന്നുകിൽ നീ അവളോട് പറയൂ അല്ലെങ്കിൽ നീ അവളെ കൊണ്ടുവരൂ. എയ്തർ യു ടെൽ ഹർ ഓർ യു ബ്രിങ് ഹർ. എയ്തർ യു ടെൽ ഹർ, ഒന്നുകിൽ നീ അവളോട് പറയൂ, ഓർ യു ബ്രിങ് ഹർ, അല്ലെങ്കിൽ നീ അവളെ കൊണ്ടുവരൂ. അപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ പറയാറുണ്ട്, ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയ്തർ ഓർ എന്നുള്ളത്. എയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത്, ഓർ എന്നും കൂടി യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇത്, ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജക്ഷനാണ് എയ്തർ ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിയർ ആയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പരീക്ഷകളിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കായാലും സ്കൂളിൽ ഇതുപോലെ ചോദിക്കാറുണ്ട്, വലിയ വലിയ എക്സാമുകളിലൊക്കെ ഇത് ചോദിക്കാറുണ്ട്. അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളവരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ദ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.